ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും +1 സയൻസ് മലയാളം ടെക് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഗോകുൽദാസ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആദ്യം ലൈക്ക് ചെയ്യൂ. പിന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കും. പോരാതെ ആ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയും ചെയ്യും. ഓക്കെ, നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് മാത്സ് ആണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് ഫിസിക്സ് ആണ്. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്നത് മാത്സ് ആണ്. +1 മാത്സ് വളരെ സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു പാഠമാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. പാഠത്തിൻ്റെ പേരാണ് കോംപ്ലക്സ് നമ്പേഴ്സ്. സ്റ്റാർട്ട് ചെയ്യല്ലേ എന്നാ? കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞു പാഠത്തിൻ്റെ പേര് കോംപ്ലക്സ് നമ്പർ എന്നാണ്. കോംപ്ലക്സ് നമ്പേഴ്സ്. പാഠത്തിൻ്റെ പേര് കോംപ്ലക്സ് നമ്പേഴ്സ്. ഓക്കെ, കോംപ്ലക്സ് നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ സ്കൂളിൽ? മനസ്സിലാവാത്തൊരു ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ? അത് നമുക്ക് ഈ പാഠത്തിൽ ഫസ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടാവും അല്ലേ? x² + 4x + 8 = 0. ഇങ്ങനെയുള്ളൊരു ചോദ്യം കാണാറുണ്ട് നമ്മൾ. ഇത് നമ്മൾ പണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. a+ib ഫോം a+ib അല്ല -b +or -√b² - 4ac/2a എന്ന് പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്, സോൾവ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ് ഇത് സോൾവ് ചെയ്യാൻ. ആദ്യം നമ്മൾ പഠിച്ചിരിക്കേണ്ടത് -b +or -√b² - 4ac/2a. ഈ ഇക്വേഷൻ എല്ലാവരും കാണാതെ പഠിച്ചിരിക്കണം. ഓക്കെ, -b +or -√b² - 4ac/2a. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ നമുക്ക് ആദ്യം നോക്കാം. ഈ x² എന്നുള്ള സ്ഥാനത്ത് നമ്മൾ a എന്ന് പേര് കൊടുക്കാം. 4x എന്നുള്ള സ്ഥാനത്ത് നമ്മൾ b എന്ന് പേര് കൊടുക്കാം. 8 എന്ന സ്ഥലത്ത് നമുക്ക് c എന്ന് പേര് കൊടുക്കാം. a b c ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം തന്നെ a b c എന്ന് നമ്മൾ പേര് കൊടുക്കണം. പേര് കൊടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് കാണുന്നത് എന്താ? -b ആണ്. -b എന്ന് പറഞ്ഞാൽ എന്താ? -4x അല്ലേ? -4x. പിന്നെ കാണുന്നതിന് എന്താ? +or- അത് അതേപോലെ ഇടുക. +or- b² - b +or - നമ്മൾക്ക് അതേപോലെ റൂട്ട് ഇടാം. റൂട്ട് കഴിഞ്ഞാൽ എന്താ? b² എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതാ b² എന്ന് പറഞ്ഞത്? 4x-ന്റെ സ്ക്വയർ. അപ്പം നമുക്ക് അതേപോലെ ഇടാം. x അവിടെ നിന്നോട്ടെ, 4² എന്ന് ഇടാം. b² - 4 അതേപോലെ ഇട്ടു ഇൻറ്റു a എന്താ? x ആണ്. x ഉള്ളത് നമുക്ക് 1 എന്ന് വാല്യൂ കൊടുക്കാം. 1 × b² - 4 × a × x. 1² എന്ന് പറഞ്ഞാൽ 1 തന്നെയല്ലേ? ഇനി c എന്ന് പറഞ്ഞാൽ എന്താ? 8 ആണ്. ഇൻറ്റു 8 ഹോൾ ഡിവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ട്? 2a കൊണ്ട്. അപ്പം നമുക്ക് ഇതിനും അതേപോലെ തന്നെ /2 × a എന്ന് പറഞ്ഞാൽ ഏതാ? 1. ഓക്കെ, നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ സിമ്പിളല്ലേ? ഒന്ന് ചെയ്ത് നോക്കൂ. എന്താണ്? -4x +or -√4ന്റെ സ്ക്വയർ എത്രയാണ്? 16. 16 - 4 × 1 4. 8 × 4 എത്ര? 8 × 4 എത്ര? പറയ്. 8 × 4 32 ആണ് കേട്ടോ. 8 × 4 32. അത് നമ്മൾ എഴുതി. ഇനി എന്താ? ഹോൾ ഡിവൈഡഡ് ബൈ 2 × 1 2 ആണ്. അപ്പം നമുക്ക് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ എഴുതുകയാണെങ്കിൽ -4 ഈ എക്സിനാണ് മാറ്റി. -4 +or -√16 - 32 -16 / 2. അപ്പം നമ്മൾ ഇതിന് ഇനി എങ്ങനെ എഴുതും? -4 +or -√16. ഈ മൈനസിനെ നമ്മൾ ഈ പാഠത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് കണ്ടോ അവിടെ നമ്മൾ i കൊടുക്കണം. മൈനസ് കണ്ടോ നമ്മൾ അവിടെ എന്ത് കൊടുക്കണം? i കൊടുക്കണം. സ്മാൾ ലെറ്റർ i കൊടുക്കണം. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ മൈനസ് കണ്ടു. അപ്പം നമ്മളിവിടെ മൈനസ് ഒഴിവാക്കിയിട്ട് പകരം എന്ത് കൊടുക്കണം? പുറത്ത് റൂട്ടിലൊന്നല്ല, പുറത്ത് i കൊടുക്കണം. i കൊടുത്തിട്ട് ഹോൾ ഡിവൈഡ് ബൈ 2 അതേപോലെ അങ്ങോട്ട് ഇടണം. ഇനി നമുക്ക് ഒന്നുകൂടി ചെയ്ത് നോക്കൂ. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ആൻസർ. ഇത്ര എഴുതിയാൽ ആൻസറായി. ഇനി ഇതിനെ നമ്മൾ 2 ഭാഗങ്ങളാക്കി എഴുതാണ്. -4
ബൈ 2 ഈ 2നെ ഈ 4ൻ്റെ അടിയിലോട്ട് കൊടുത്തു -4/2 പ്ലസ് ഓർ മൈനസ് √16i/2 ഇങ്ങനെ എഴുതാം. ഒന്നെങ്കിൽ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. -4/2 -2 പ്ലസ് ഓർ മൈനസ് ഇടുക. അതേപോലെ തന്നെ 16/2 നമ്മൾ ലാസ്റ്റ് ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ 2i എന്ന് കിട്ടും. ഒന്നെങ്കിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതാണ് കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രത്യേകത. സാധാ പോലെ ഇത് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ഈ -16 സാധാ പോലെ -16ൻ്റെ റൂട്ട് ചെയ്യുമ്പോൾ 8 അങ്ങനെ എഴുതിയാൽ മതി. 8 അല്ല 4, അങ്ങനെ 4 പുറത്തെടുത്താൽ മതി. പക്ഷെ നമ്മൾ കോംപ്ലക്സ് നമ്പറാണ് പഠിക്കണമെങ്കിൽ മൈനസ് ഉള്ളിടത്ത് നമ്മൾ i എന്നുള്ള സ്ഥാനം i കൊടുക്കണം. അത് നിർബന്ധമാണ്. അതാണ് കോംപ്ലക്സ് നമ്പറിൻ്റെ പ്രത്യേകത. നമുക്ക് എന്നാൽ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കല്ലേ. ഇതേ മോഡൽ മനസ്സിലായോ നോക്കല്ലേ. ഇതേ മോഡൽ നമ്മൾ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ ഇതായിരിക്കും ക്വസ്റ്റ്യൻ. എന്താണ്? √5x² പ്ലസ് x പ്ലസ് √5 = 0. √5x² പ്ലസ് x പ്ലസ് √5 = 0. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ വാല്യൂ കൊടുക്കാം? a എന്ന് പറയുന്നത് √5 ആണ്, b എന്ന് പറയുന്നത് 1 ആണ്, c എന്ന് പറയുന്നത് √5 ആണ്. നമ്മൾ x = -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac /2a കൊടുത്തിട്ട് -1 പ്ലസ് ഓർ മൈനസ് √1² മൈനസ് 4 × √5 √5 ഉണ്ടോ? കറക്റ്റ് തന്നെയല്ലേ? √5 × √5. ഓക്കെ, √5 × √5 എന്താണ്? 2 × √5. ഇത്രയും ചെയ്യുക. ഇത്ര മനസ്സിലായോ? ഇതുവരെ മനസ്സിലായോ? ഇത്രയും ചെയ്തിട്ട് നമുക്ക് -1 പ്ലസ് ഓർ മൈനസ് √1 - 20/2 √5 ഇത് നമ്മൾ ഈക്വലായിട്ട് മാറ്റി എഴുതാണ്. മാറ്റി എഴുതുമ്പോൾ എന്ത് കിട്ടും? -1 പ്ലസ് ഓർ മൈനസ് √-19 /2 √5 -1 പ്ലസ് ഓർ മൈനസ് √19i/2 √5 എന്ന് നമുക്ക് കിട്ടും. -1 പ്ലസ് √19i/2 √5 എന്ന് കിട്ടും. ഇതിനെ നമ്മൾ മാറ്റി എഴുതുകയാണെങ്കിൽ എങ്ങനെ മാറ്റി എഴുതാം? -1/2 √5 പ്ലസ് ഓർ മൈനസ് √19i/2 √5 ഇതായിരിക്കും ഫൈനൽ ആൻസർ കിട്ടാം. ഓക്കെ, ഇത് മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത് എന്ത് ചെയ്താം? ഇതേപോലെ ഒന്നും കൂടി ചെയ്ത് നോക്കാം. ഇത് മനസ്സിലായോ? സൂക്ഷിച്ച് നോക്ക്. √5x² പ്ലസ് x പ്ലസ് √5 = 0. അപ്പോൾ നമ്മൾ a എന്ന് പറഞ്ഞത് √5 കൊടുത്തു, b എന്ന് പറഞ്ഞത് 1 കൊടുത്തു, x എന്ന് പറഞ്ഞത് 1 കൊടുത്തു, c എന്ന് പറഞ്ഞത് √5 കൊടുത്തു, -b പ്ലസ് ഓർ മൈനസ് √ ഇക്വേഷൻ എഴുതി. -b എന്ന് പറഞ്ഞത് -1 പ്ലസ് ഓർ മൈനസ് 1² ഇങ്ങനെ ചെയ്ത് സിമ്പിളാണ് കാര്യം. മനസ്സിലായാൽ സിമ്പിളാണ്. ഓക്കെ, നമുക്ക് അടുത്ത ഇതേ മോഡൽ ഒന്നും കൂടി ചെയ്ത് നോക്കാം. മൂന്നാമത്തെ ചോദ്യം. ഓക്കെ, മൂന്നാമത്തെ നമ്മൾ പറയുകയാണെങ്കിൽ x² പ്ലസ് 2x പ്ലസ് 4 = 0 അങ്ങനെ എഴുതി. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അത് നമ്മൾ എടുത്തെഴുതാം. a എന്ന് പറയുന്നത് 1, b എന്ന് പറയുന്നത് 2, c എന്ന് പറയുന്നത് 4. ആ ക്വസ്റ്റ്യനിൽ നോക്കിയാൽ മനസ്സിലാവും. അടുത്തത് x = -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac /2a ചെയ്യുമ്പോൾ -2 പ്ലസ് ഓർ മൈനസ് √2² മൈനസ് 4 × 1 × 4 ഇതറിയണവരാണെങ്കിൽ എൻ്റെ കൂടെയാണ് ചെയ്താൽ മതി കേട്ടോ. 2 × 1 = -2 പ്ലസ് ഓർ മൈനസ് √4 - 16/2. അപ്പം നമ്മൾ -2 പ്ലസ് ഓർ മൈനസ് √12i/2. അപ്പോൾ നമ്മൾ മാറ്റി എഴുതാണ് -2/2 പ്ലസ് ഓർ മൈനസ് √12/2i. അപ്പോൾ നമ്മൾ അതിനെ വീണ്ടും മാറ്റി എഴുതാണ്. എന്ത് ചെയ്തും
എന്തൊക്കെ ഇതാ -1 ചെയ്യുമ്പോൾ കിട്ടില്ലേ? 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. -2/2 എന്ന് പറഞ്ഞപ്പോൾ -1 ആ പ്ലസ് ഓർ മൈനസ് അതേപോലെ എഴുതി. √12/2 ആയി. ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ. സിമ്പിളായിട്ട് എഴുതി കൂടെ. ഇനി നമുക്ക് വേറൊരു ഈ പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഈ പാഠത്തിൽ നിന്ന് വേറൊരു ചോദ്യം നമ്മൾ കണ്ടുണ്ടാവും. എന്താ ചോദ്യം എന്നറിയോ? ഇതായിരിക്കും ചോദ്യം. I⁻19 കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ കേട്ടോ? അല്ലെങ്കിൽ I⁻14 കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? I⁻23 കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇങ്ങനെ പരീക്ഷ പേപ്പറിൽ ചോദിക്കാറുണ്ട് പബ്ലിക്കിന്. I⁻, കുറച്ച് നമ്പർ തന്നിട്ട് അതിൻ്റെ വാല്യൂ കാണാൻ പറയും. ഇങ്ങനെയുള്ള ചോദ്യം കണ്ട വളരെ സിമ്പിളാണ്. അറിയാതെ പോയാൽ മാർക്കാണ് നമുക്ക് നഷ്ടപ്പെടുക. ഇങ്ങനെയുള്ളൊരു ചോദ്യം നമ്മൾ കണ്ടാൽ ഫസ്റ്റ് തന്നെ എന്തുവാണെന്നോ, ഒരു വട്ടം വരയ്ക്കുക. ഒരു വട്ടം വരയ്ക്കുക. ആ വട്ടം വരച്ചിട്ട് വലതുവശത്ത്, ആ വട്ടത്തിൻ്റെ വലതുവശത്ത് നമുക്ക് I എന്ന് പേര് കൊടുക്കാം. ഇടതുവശത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായ -I എന്ന് പേര് കൊടുക്കാം. താഴെ നമുക്ക് -1 എന്ന് പേര് കൊടുക്കാം. അതേപോലെ മുകളിൽ നമുക്ക് 1 എന്ന് പേര് കൊടുക്കാം. 1 -1 I -I. മനസ്സിലായോ? ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ 4 എന്ന് പറയുന്ന നമ്പർ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. 4 എന്ന് പറഞ്ഞാൽ 4ൻ്റെ മൾട്ടിപ്പിൾ. 4ൻ്റെ മൾട്ടിപ്പിൾ ഏതാ? 1 4 4, 2 4 8, 3 4 12, 4 4 16, I 4 20. അതേപോലെ നമ്മൾ പോണത് ആണ് മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് I⁻19 ചോദിച്ചു. I⁻19 ചോദിച്ചാൽ 19 എന്ന് പറഞ്ഞാൽ ഏതാ? പോസിറ്റീവ് നമ്പർ അല്ലേ? 19 എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ നമ്മൾ ക്ലോക്ക് വൈസിലായിരിക്കണം പോകേണ്ടത്. ക്ലോക്കിൻ്റെ സൂചി എങ്ങോട്ടാണ് ഓടുക? നോക്കി നോക്കൂ. കണ്ടോ? ക്ലോക്കിൻ്റെ സൂചി എപ്പോഴും വലതുവശത്തോട്ട് ഇടത് നിന്ന് വലതോട്ടായിരിക്കും ഓടുന്നത്. ഓക്കെ, ഇടത് നിന്ന് വലതോട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ പറയാൻ പറ്റും? ഇടത് നിന്ന് വലതോട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇവിടോട്ട്, അങ്ങനെ ഈ ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. ഏത് ഡയറക്ഷനിൽ? ഈ ഡയറക്ഷനിൽ. അവിടെ നിന്ന് ഇങ്ങനെ ഈ ഡയറക്ഷനിൽ. ഓക്കെ, ഇതാണ് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ. പോസിറ്റീവ് ആണ് തന്ന നമ്പർ എങ്കിൽ അത് ക്ലോക്ക് വൈസിലായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ നിന്ന് തുടങ്ങി നമുക്ക് 19 വേണ്ടത്. അപ്പോൾ നോക്കി നോക്കൂ, 19 വേണ്ടതെങ്കിൽ 1 4 4 ഇവിടെ എത്തിയില്ലേ? 2 4 8, 3 4 12, 4 16, I 4 20 വരും. 20 നമുക്ക് വേണ്ട. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നത്തെ ഏതാ? 4 16, 17 18 19. 19 എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഏതാ കിട്ടിയത്? -I ആണ് നമുക്ക് കിട്ടിയത്. 19 പറഞ്ഞാൽ -I. ഇതായിരിക്കും നമ്മുടെ ആൻസർ. പബ്ലിക്കിന് ചോദിക്കാനാണ്. അറിയില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മാർക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. -I ആയിരിക്കും നമ്മുടെ ആൻസർ. അതേപോലെ നമ്മൾ നോക്ക് I⁻14. 14 ആകുമ്പോൾ 1 4 4, 2 4 8, 3 4 12, 4 16 വരും. 3 4 12, 13 14, -1 ആയിരിക്കും നമ്മുടെ ആൻസർ. 23. 1 4 4, 2 4 8, 3 4 12, 4 16, I 4 20, 21 22 23. -I തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നെഗറ്റീവാണ് വരുന്നതെങ്കിൽ സിമ്പിളായിട്ട് I⁻ ഒരു -27 ആണ് വരുന്നതെങ്കിൽ നമ്മൾ നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. 1 4 4, 2 4 8, 3 4 12, 4 16, I 4 20, 6 4 24, 24 മതി, 25 26 27. I അല്ലേ കിട്ടുക? അതെ, I ആയിരിക്കും കിട്ടുക. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ നമ്മൾ പരീക്ഷയ്ക്ക് കാണാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇനി നമുക്ക് ഈ പാഠത്തിൻ്റെ മെയിൻ ഭാഗത്തിലേക്ക് കടക്കാം. ഇതുവരെ നമ്മൾ വെറും ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. നമ്മൾ ഈ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, നമ്മൾ പാഠത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കോംപ്ലക്സ്
കോംപ്ലക്സ് നമ്പറിനെ ഒരു 5 ഭാഗങ്ങളായിട്ട് തിരിക്കാം. 1 2 3 4 5. ഈ ഭാഗങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഈ ഭാഗം മാത്രം, ഈ 5 കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ഈ പാഠം കഴിഞ്ഞു. സിമ്പിളൊരു പാഠമാണ്. ഫസ്റ്റ് വൺ മോഡുലസ്, സെക്കൻഡ് വൺ ഇൻവേഴ്സ്, തേർഡ് വൺ റൂട്ട്, ഫോർത്ത് വൺ കോഞ്ചുഗേറ്റ്, ആൻഡ് ഫിഫ്ത്ത് വൺ പോളാർ ഫോം. മോഡുലസ്, ഇൻവേഴ്സ്, റൂട്ട്, കോഞ്ചുഗേറ്റ് ആൻഡ് പോളാർ ഫോം. ഇങ്ങനെ ഈ 5 കാര്യങ്ങളാണ് നമുക്ക് കോംപ്ലക്സ് നമ്പേഴ്സിൽ പഠിക്കാനുള്ളത്. ഈ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ നമുക്ക് മോഡിൻ്റെ ഉള്ളിലിട്ടുള്ള ഒരു ഇസഡ് ആയിട്ട് സൂചിപ്പിക്കാം. ഈ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസഡിൻ്റെ മുകളിൽ ഒരു വരയിട്ടാൽ ഇതിനെ ഇസഡ് ബാർ എന്ന് നമ്മൾ സൂചിപ്പിക്കും കോഞ്ചുഗേറ്റിനെ. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഇസഡ് ഇട്ടിട്ട് മുകളിൽ ഒരു -1 കൊടുക്കാം. നമ്മൾ ഇൻവേഴ്സ് എന്ന് പറയും. റൂട്ട് പിന്നെ നമുക്കറിയാം, റൂട്ട്. പോളാർ ഫോം നമ്മൾ പഠിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ എന്ന് പാഠം. ഓരോന്നിലേക്ക് പ്രവേശിക്കല്ലേ. ഫസ്റ്റ് വൺ മോഡുലസ്. സമയം കളയാനല്ല. ഫസ്റ്റ് വൺ മോഡുലസ് എന്ന് കേൾക്കുമ്പോൾ എപ്പോൾ നമ്മൾ പോളാർ ഫോമിനെ അല്ലെങ്കിൽ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിനെ ഇസഡ് എന്ന ലെറ്ററിലാണ് നമ്മൾ സൂചിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ. 3 + 4i. ഇത് നമ്മൾ മോഡുലസിലേക്ക് എഴുതാൻ പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഇസഡിനെ നമ്മൾ മോഡുലസിനകത്ത് ഇട്ടിട്ട് ഈ തന്നതിനെ നമ്മൾ റൂട്ടിനകത്ത് 3² + 4² എന്ന് പറഞ്ഞ രീതിയിലാണ് ഇടുക. 3² + 4². അപ്പം നമ്മൾ മോഡ് ഇസഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 9 + 16 എന്നായില്ലേ. അതെന്ന് പറയുന്നത് റൂട്ട് ഓഫ് എത്രയാണ്? 25 ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. കഴിഞ്ഞു. ഈ മോഡുലസ് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? മോഡുലസ് എന്ന് പറഞ്ഞതാ ഇത്രേ ഉള്ളൂ. അത്രയ്ക്ക് സിമ്പിളാണ് മോഡുലസ്. അടുത്തത് നമ്മൾ കോഞ്ചുഗേറ്റ്. ഇപ്പം നമ്മൾ ഒന്നാമത്തെ ഭാഗം പഠിച്ചു കഴിഞ്ഞു. ഇത്രയും സിമ്പിളാണ്. അടുത്ത് നമ്മൾ രണ്ടാമത്തെ ഭാഗം ഏതാ പറഞ്ഞത്? നമ്മൾ ഇൻവേഴ്സ് ആണ് പറഞ്ഞത്. ഓക്കെ, ഇൻവേഴ്സ് നമ്മൾ പറയുമ്പോൾ ഇൻവേഴ്സ് നമ്മൾ പറയുമ്പോൾ ഇസഡ് ഇൻവേഴ്സ് എന്നാണ് നമ്മൾ ഇതിനെ വായിക്കുക. ഇതെന്ന് പറഞ്ഞാൽ 1/z ആണ്. ഇതിൻ്റെ അർത്ഥം 1/z ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും. 1/3 + 4i ഇതിനെ നമ്മൾ ഇൻവേഴ്സിൽ ഇടാൻ പറഞ്ഞാൽ നമ്മൾ ഈ തന്ന ക്വസ്റ്റ്യനെ ഉടനെ എന്ത് ചെയ്യണം? ഒരു ഈക്വൽ ടു അങ്ങോട്ട് കൊടുക്കുക. കൊടുത്തിട്ട് 1/3 + 4i എന്ന് കൊടുത്തിട്ട് ഇൻറ്റു, അടിയിൽ പ്ലസ് ആണെങ്കിൽ മുകളിൽ മൈനസ് ആയിരിക്കും. ഈ അടിയിൽ എത്രയാണോ തന്നത് ക്വസ്റ്റ്യനിൽ തന്ന അതേപോലെ 1/8 എഴുതി ഇൻറ്റു 3 - 4i ഡിവൈഡഡ് ബൈ 3 - 4i രണ്ടോട്ട് അങ്ങോട്ട് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്താൽ നേരെ ഗുണിക്കാം. 1 × പറയും 1 × 3 - 4i എന്താണ് വരിക? 3 - 4i വരും. ബൈ 3 + 4i × 3 - 4i ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 + 4i × 3 - 4i ചെയ്യാൻ നമുക്കൊരു ചെറിയ കാര്യം പഠിക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷൻ പഠിച്ചു വയ്ക്കാം. a + bi × a - bi = a² + b². ആ ഫോമിലാണ് ഇത് കിടക്കുന്നത്. എന്താണ്? a + bi × a - bi = a² + b². a² + b². അപ്പം നമ്മളിത് ചെയ്യുമ്പോൾ എന്താവും കിട്ടുക? നോക്കി നോക്കൂ. a എന്ന് പറഞ്ഞാൽ 3² പ്ലസ് b² 4². അപ്പോൾ 3² + 4². ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 3 - 4i എന്ന് പറഞ്ഞാൽ നമുക്കതിനെ എന്താ എഴുതാം? 3 - 4i / 9 + 16. 9 + 16 എന്ന് കൊടുത്തിട്ട് നമുക്ക് അതിനെ ഒന്നും കൂടി ചെറുതാക്കി എഴുതുമ്പോൾ എന്തേലും 3 - 4i / 25 എന്ന് പറഞ്ഞാൽ എന്താ?
3/25 മൈനസ് 4/25. ഇത്ര എഴുതിയാൽ മതി. സിമ്പിളായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. മനസ്സിലായോ? നമ്മൾ ഈ ഫോം വരുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? a+bi ഇൻറ്റു a-bi എന്ന് പറയുന്ന ഫോം വന്നാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് a² + b² ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. അത് വെച്ച് നമുക്ക് ഈ ചോദ്യം സിമ്പിളായിട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇതേ മോഡൽ വേറൊന്നും കൂടി ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നോക്കാം. z = 3 - 5i നമ്മളെങ്ങനെ ചെയ്യും? അപ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞു 1/3 - 5i ഇൻറ്റു 3 + 5i/3 + 5i ഇങ്ങനെ കൊടുത്തു. ഇങ്ങോട്ട് നമ്മൾ 3 + 5i കിട്ടി. 3 + 5i/a - bi ഇൻറ്റു a+bi ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കിട്ടേണ്ട ഉത്തരം? a² + b², a² + b², 3² + 5² അല്ലേ? നമ്മൾ ചെയ്യുമ്പോൾ എന്ത് വരും? എന്ത് വരണം? 3 + 5 എന്ന് പറയുന്നത് ഇതിന് നമ്മൾ 3 + 5i അതേപോലെ തന്നെ ഇടാം. 3 + 5i/ എന്താ 3² + 5² നമ്മൾ ചെയ്യുമ്പോൾ 9 + 25 = 3 + 5i/34. അപ്പോൾ 3/34 + 5i/34 ഇതായിരിക്കും നമുക്ക് കിട്ടേണ്ട ഫൈനൽ ആൻസർ. ഓക്കെ, അടുത്ത് നമ്മൾ റൂട്ടിലേക്കാണ് കിടക്കുന്നത്. എന്താണ് റൂട്ട്? നമ്മളെ മൂന്നാമത്തെ കാര്യമായ റൂട്ടിലേക്ക് കിടക്കുമ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും മിക്കവാറും വരെ. z = 3 + 4i. ഇതിൻ്റെ നമ്മൾ റൂട്ട് കണ്ടുപിടിക്കണം. റൂട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ മോഡിനകത്ത് ഇസഡിന് കിട്ടിയതിന് ശേഷം √3² + 4² അങ്ങോട്ട് ഇടുക. നമ്മൾ എന്ത് കാണാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്തായിരുന്നു? കോൺജുഗേറ്റ് അല്ല, നമ്മൾ ആദ്യം എൻ്റെ മോഡുലസ് കാണാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഇങ്ങനെ ചെയ്തായിരുന്നു. അതേപോലെ നമ്മൾ ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് √9 + 16 എന്ന് കിട്ടും. ഇത് നമ്മൾ ചെയ്യുമ്പോൾ √25 എന്ന് കിട്ടും. ഇതിന് നമ്മൾ 5 എന്നൊക്കെ എഴുതാം. 5ൻ്റെ റൂട്ടാണല്ലോ 25. അപ്പോൾ x = ± √5 + 3/2 √8/2. നമ്മൾ ഈ x എന്നും y എന്നും രണ്ട് ഭാഗങ്ങളായി തിരിക്കുന്നുണ്ട്. രണ്ടിനും ± കൊടുക്കണം. ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ അർത്ഥം ആശയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ഇതുവരെ ചെയ്തതിന് ശേഷം x = ± mod z/+ a/2 എന്നാണ്. y എന്ന് പറഞ്ഞാൽ ± √mod z -a/2 ആണ്. ഇത് +a/2, ഇത് -a/2. അപ്പോൾ ഇത് നമ്മൾ +a/2 a എന്ന് പറയണത് 5 മോഡ് z ആണ്. മോഡ് z ചെയ്തപ്പോഴാണ് നമുക്ക് 5 കിട്ടിയത്. +a ക്വസ്റ്റ്യനിൽ a എന്താ? a 3 +3/2. അപ്പം നമുക്ക് ഇവിടെ എന്താവും? മോഡ് zൻ്റെ അതേപോലെ തന്നെ -3/2. മനസ്സിലായോ? മൈനസ് കൊടുത്തു, മറ്റോടത്ത് പ്ലസ് കൊടുത്തു, ഇവിടെ മൈനസ് കൊടുത്തു. അത്രേ ഉള്ളൂ വ്യത്യാസം. -3/2 എന്ന് കിട്ടി. 5 - 3/2. ഇത് നമ്മൾ ചെയ്തപ്പോൾ 8/2 ആണ് നമുക്ക് കിട്ടിയ ആൻസർ. ഇതിന് നമ്മളൊന്ന് ചെറുതാക്കി എഴുതുകയാണെങ്കിൽ √4 പറഞ്ഞാൽ ±2 ആക്കി നമുക്ക് എഴുതാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതാക്കുമ്പോൾ എന്താവും? √2/2 എന്ന് പറയുന്നത് √1 എന്ന് പറയുന്നത് ±1 ആക്കി നമുക്ക് എഴുതാം. അപ്പം നമുക്ക് കിട്ടിയ ഉത്തരം എന്ന് പറയുന്നത് 2 ഉണ്ടോ? ഫസ്റ്റ് കിട്ടിയത് 2 + 1 ആയി. ഇത് നേരെ അങ്ങോട്ട് കൂട്ടി 2 + 1 ആയി. അല്ലെങ്കിൽ എന്ത്? 2 - 1 ആയി. നമുക്ക് ഒരു കാര്യം കൂടി ഇതിൻ്റെ ഇടയിൽ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബി പോസിറ്റീവ് ആണെങ്കിൽ രണ്ടും ഒരുപോലെ എഴുതണം. ഇതിനകത്ത് ബി എന്ന് പറയുന്നത് ഏതാ? ക്വസ്റ്റ്യനിൽ
ബി എന്ന് പറയുന്നത് 4ആണ്, 4 പോസിറ്റീവാണ്. അപ്പോൾ രണ്ടും ഒരുപോലെ എഴുതണം. രണ്ടും ഒരുപോലെ എന്ന് പറഞ്ഞാൽ മുകളിലത്തെ നമ്മൾ പോസിറ്റീവ് കൊടുക്കുകയാണെങ്കിൽ 2+1i എന്ന് കൊടുക്കുകയാണെങ്കിൽ താഴത്തെ നമ്മൾ നെഗറ്റീവ് കൊടുക്കണം. -2 -1i എന്ന് കൊടുക്കണം. അപ്പം നമ്മളിവിടെ -2 -1i എന്ന് കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ബി നെഗറ്റീവാണ് വന്നതെങ്കിലോ രണ്ടും വ്യത്യസ്തമാക്കി എഴുതണം. ഇതിപ്പോൾ -2 ആണ്, ഈ മാറ്റി എഴുതാം. -2 -1i എന്ന് എഴുതുക. ഇതെന്ത് എഴുതും? അടിയത്തത് 2+1i എന്ന് കൊടുക്കുക. രണ്ടും വ്യത്യസ്തമാക്കി എഴുതാം. രണ്ടും ഒരേപോലെ അങ്ങോട്ട് എഴുതാം. ഇതാണ് റൂട്ടിൻ്റെ കേസ് പറഞ്ഞാൽ. ഇത്രേ ഉള്ളൂ റൂട്ട്. അടുത്ത് നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് തോന്നുന്നൊരു ഭാഗമാണ് പോളാർ ഫോം. ഇതാണ് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം പരീക്ഷയ്ക്ക് ചോദിക്കണം കേട്ടോ. ഈ പാഠത്തിൽ നിന്ന് പബ്ലിക് എക്സാമിന് ചോദിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. ഇതല്ലാണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഈ പാഠത്തിൽ. നിങ്ങൾ ഇത് പഠിച്ചാൽ മതി. എന്നാൽ തന്നെ നല്ല മാർക്ക് ഈ പാഠത്തുനിന്ന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പോളാർ ഫോം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം? ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. z = 1+√3i എന്ന് പറയുന്നതായിരിക്കും പോളാർ ഫോമിൻ്റെ ക്വസ്റ്റ്യൻ. ഇങ്ങനെ ഈ മോഡൽ ആയിരിക്കും ക്വസ്റ്റ്യൻ. പോളാർ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കിയിരിക്കണം? ആദ്യം z എന്ന് പറയുന്നത് r × cos θ + i sin θ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഇതാണ് പോളാർ ഫോം. പോളാർ ഫോം എന്ന് വെച്ചാൽ എന്താ? z = r cos θ + i sin θ ആണ് പോളാർ ഫോം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആറാണ് ആദ്യം കാണേണ്ടത്. 6 എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് z ആണ്. അത് കാരണം നമ്മൾ നേരത്തെ ചെയ്തല്ലോ, √1² + √3ൻ്റെ സ്ക്വയർ. ഇത് നമ്മൾ ചെയ്യുമ്പോൾ √1 + 3 കിട്ടും. √4 എന്ന് പറയുന്നത് 2 കിട്ടും അല്ലേ? ക്വസ്റ്റ്യൻ നോക്കിയാൽ നേരത്തെ ചെയ്ത പോലെ അതേപോലെ അങ്ങോട്ട് ചെയ്തു. ഇനി നമ്മൾ നോക്കുന്നത് വെറുതെ എഴുതി വയ്ക്കുക. അടുത്ത സ്റ്റെപ്പായിട്ട് തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ആണെന്ന് വെറുതെ എഴുതി വയ്ക്കുക. y/x എന്ന് വെറുതെ കൊടുക്കുക, ഇൻവേഴ്സ് ആക്കി ഇടുക. ഇനി നമുക്ക് എഴുതാം z = r എന്നുള്ള സ്ഥാനത്ത് നമുക്ക് എന്താ കിട്ടിയത്? 2 × cos തീറ്റ നമ്മൾ കണ്ടുപിടിക്കണം. തീറ്റ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. ഫസ്റ്റ് ഒരു ആംഗിളോട് വരയ്ക്കുക. ആംഗിളോട് വരച്ചിട്ട് ഇപ്പോൾ എന്താണ് ഓല് പറഞ്ഞിരിക്കണത്? ഇങ്ങനെ വരച്ചിട്ട് നമ്മളിവിടെ ക്വസ്റ്റ്യനിൽ നോക്കുക. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ 1 എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്. √3 എന്ന് പറഞ്ഞാലും പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ 1 എന്ന് പറയുന്നത് ഏകദേശം എന്താ ഇവിടെ ആയിട്ടല്ലേ വരിക? 1. ഇനി ആ √3 എന്ന് പറഞ്ഞത് എവിടെ ആയിട്ടാണ് വരിക? √3 എന്ന് പറഞ്ഞത് ഏകദേശം ഇവിടെ ആയിട്ടല്ലേ വരിക? അപ്പോൾ ഈ രണ്ടും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ആംഗിൾ നോക്കുമ്പോൾ നമുക്ക് തീറ്റ കിട്ടും. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏകദേശം കണ്ട 60 ഡിഗ്രി പോലെ ഇല്ലേ? അത് തന്നെയാണ് തീറ്റ എന്ന് പറയുന്നത്. cos 60 പ്ലസ് പിന്നെന്താ നമ്മളെ ഇക്വേഷൻ? i sin 60 പ്ലസ് i sin 60. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇത്രയുള്ളൂ. പോളാർ ഫോം കഴിഞ്ഞു. സിമ്പിളായിട്ട് നമുക്ക് ഈ പാഠം പഠിക്കാം. വളരെ സിമ്പിളായ ഒരു പാഠമാണ്. എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ.